ഹലോ ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു. ഞാനും സന്തോഷമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മളിൽ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് മുടികൊഴിച്ചിലിനെ കുറിച്ചാണ്. കുറെ പേർക്കൊക്കെ സന്തോഷമായി കാണും. ഡോക്ടർ പറയാൻ കുറെ നാളായി പറയുന്നു ഡോക്ടറോട് മുടികൊഴിച്ചിലിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ. കാരണം നമ്മൾ ഇപ്പൊ ലൈവ് ചെയ്താലും കുറെ പേര് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് മുടികൊഴിച്ചിലിനെ കുറിച്ച്. അപ്പൊ സന്തോഷമായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. മുടികൊഴിച്ചിലില് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ത് പറയുകയാണെങ്കിൽ ആദ്യം പറയാവുന്ന ഒരു കാരണമാണ് സ്കാൾപ്പ് ഇൻഫെക്ഷൻസ്. ഓക്കെ, അതായത് ഡാൻഡ്രഫ് വളരെ കോമൺ ആയിട്ട് ആൾക്കാരിൽ പ്രശ്നം വരുത്തുന്ന ഒരു സംഭവമാണ് ഈ ഡാൻഡ്രഫ് ഇഷ്യൂസ്. ഡാൻഡ്രഫ് ഇഷ്യൂസ് വരുമ്പോൾ നമ്മുടെ മുടി പോകുന്നത് നമുക്കറിയാൻ കൂടി പറ്റില്ല. കാരണം അത്രയ്ക്ക് മുടി കൊഴിച്ചിലായിരിക്കും നമുക്ക് നേരിടാം. കാരണം ആ ഒരു ഡാൻഡ്രഫ് എന്ന് പറയുന്ന ആ ഒരു വില്ലൻ കാരണം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. മുടി കൊഴിച്ചിൽ മാത്രമല്ല, സ്കിന്നിൽ പിമ്പിൾസ് ഉണ്ടാക്കും, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കും. പിന്നെ സ്കാൾപ്പ് ഇൻഫെക്ഷൻ ആയിട്ട് വരുന്നതാണ് സോറിയാസിസ്. കുറെ രോഗങ്ങളുണ്ട്. അപ്പൊ ഞാൻ അതിലൊരു 2 രോഗമാണ് പറഞ്ഞത്. ഇനിയും ഒരുപാട് ലീനിയ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് രോഗങ്ങളുണ്ട്. അപ്പൊ നമുക്കത് എല്ലാം കൂടി ഈ ടോപ്പിക്കിൽ പറയാൻ പറ്റില്ല. പക്ഷെ ഒരുപാട് ഇഷ്യൂസ് സ്കാൾപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് നമ്മുടെ ഈ ഹെയർ ഫോളിന് കാരണമാവാറുണ്ട്. അത് ഒരു കോസാണ്. പിന്നെ വരുന്ന ഒരു ഇഷ്യൂസ് എന്ന് വെച്ചാൽ നമ്മുടെ വയറ്റിൽ അസിഡിറ്റി ഉണ്ട്. നല്ല ഹൈപ്പർ അസിഡിറ്റി ഒക്കെ ഉള്ള ഒരാൾക്ക് ഹെയർ ഫോൾ അതിന്റെ കൂടെ തന്നെ വരുന്നത്. അതായത് ഒരു ഡിസീസിന്റെ സിംറ്റം, അതായത് എപ്പോഴും ഒരു ഡിസീസിന്റെ ഭാഗമായിട്ടാണ് ഈ മുടി കൊഴിച്ചിൽ എന്നുള്ള പ്രശ്നം ഒരുപാട് വരാറുള്ളത്. അപ്പം അസിഡിറ്റി ഉള്ള ആൾക്കാർക്ക് പൊതുവായിട്ട് ഒരു 50% ഞാൻ പറയട്ടെ, ഡാൻഡ്രഫ് ഒന്നും ഇല്ലാത്തവർക്ക് അസിഡിറ്റിയുടെ ഭാഗമായിട്ട് ഈ ഹെയർ ഫോൾ ഇഷ്യൂസ് വരാറുണ്ട്. അപ്പൊ അസിഡിറ്റി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഹെയർ ഫോൾ ഇഷ്യൂസ് ഒക്കെ മാറി കിട്ടും. അപ്പൊ അത് സെക്കൻഡ് ഫാക്ടറാണ്. പിന്നെ വരുന്നതാണ് ഹോർമോണൽ ഇഷ്യൂസ്. ഹോർമോണൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഗേൾസിൽ വരുന്നതാണ് PCOD പ്രശ്നങ്ങൾ, അതേപോലെ തൈറോയിഡ് ഇഷ്യൂസ്. അത് ജെൻസിന് എല്ലാവർക്കും ഇതേപോലത്തെ ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഹെയർ ഫോൾ റിലേറ്റഡ്. പിന്നെ ഞാൻ പറയട്ടെ, ചില സെക്ഷൽ പ്രോബ്ലംസ്, ഇറക്ഷണൽ ഡിസ്ഫങ്ഷൻ പോലത്തെ ചില ഇഷ്യൂസ് റിലേറ്റ് ചെയ്തിട്ടും നമുക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് രോഗങ്ങൾക്ക് കാരണമായിട്ട് അല്ലെങ്കിൽ അതിന്റെ സിംറ്റം ആയിട്ട്, കാരണമല്ല, രോഗത്തിന്റെ സിംറ്റം, അതിന്റെ ഒരു രോഗത്തിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു സിംറ്റം, സൈൻ, അതൊക്കെ ആയിട്ട് നമുക്ക് ഹെയർ ഫോള് അല്ലെങ്കിൽ മുടികൊഴിച്ചില് നമുക്ക് നമ്മുടെ ശരീരത്തിൽ അല്ല ഹെയറിൽ നമുക്ക് കാണാറുണ്ട്. പിന്നെ വരുന്നതാണ് ഡെഫിഷ്യൻസികൾ. അതായത് ചിലവർക്ക് അനീമിയ ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടെ ഹെയർ ഫോൾ, അവരുടെ ഹെയർ ഒക്കെ വളരെ തിന്നായിരിക്കും, ഹെയർ ഫോളിക്കിൾ ഭയങ്കര തിന്നായിരിക്കും. അതായത് നമ്മളൊന്ന് ജസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ കയ്യിലേക്ക് പോകുന്ന ആ ഒരു രീതിയായിരിക്കും. അത് അയൺ ഡെഫിഷ്യൻസി കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റ്സ്, അതിനുള്ള മരുന്നുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ പ്രശ്നം മറികടക്കാൻ പറ്റും. പിന്നെ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി, അയൺ ഡെഫിഷ്യൻസി, വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി, കാൽസ്യം. അതായത് നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മുടിക്ക് ഏറ്റവും വേണ്ടതാണ് അയൺ, കാൽസ്യം, പ്രോട്ടീൻ. ഈ 3 പ്രൊഡക്ട്സും നമ്മുടെ മുടി വളരാനും അതിന് ആരോഗ്യത്തോടെ വളരാനും, നമ്മുടെ മുടി വളരും പക്ഷെ കട്ടിയില്ലാതെയും നല്ല അതായത് ഒരു ബലമില്ലാതെ വളരുന്ന മുടി ആയി കഴിഞ്ഞിട്ട് മുടി വളർന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അതിന് ശക്തി കുറവായിരിക്കും. അപ്പൊ നല്ല ശക്തിയോടും നല്ല ബലത്തോടൊക്കെ മുടി വളരണമെങ്കിൽ ഈ 3 എന്താ പറയാ ഇൻഗ്രീഡിയൻസും നമ്മുടെ ശരീരത്തിലെ ആവശ്യത്തിനും നല്ല രീതിയിൽ നോർമലായിട്ട് വേണം. എന്നാലാണ് നമുക്ക് നല്ല രീതിയിലുള്ള മുടി വളർച്ച കിട്ടുള്ളൂ. പിന്നെ ഇതിപ്പോ ഞാൻ പറഞ്ഞു അയൺ ഡെഫിഷ്യൻസി, വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി. ഇപ്പൊ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മളുടെ ഭക്ഷണത്തിൽ കൂടെ കുറെ കിട്ടും. അയണിന്റെ ഡെഫിഷ്യൻസി വേണമെങ്കിൽ നമുക്ക് ഒരുപാട് ബീട്രൂട്ട്, ഡേറ്റ്സ്, അതേപോലെ മാതള നാരങ്ങ, ഈത്തപ്പഴാണ് ഡേറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിലൂടെയൊക്കെ നമുക്ക് ഇത് മറികടക്കാൻ പറ്റും അയൺ ഡെഫിഷ്യൻസി. പിന്നെ അത് എന്നിട്ടും ഇത്രയൊക്കെ കഴിച്ചിട്ട് മാറിയില്ലെങ്കിൽ നിങ്ങൾ മരുന്നുകൾ അവൈലബിൾ ആണ് നമ്മുടെ ആയുർവേദത്തിൽ. അത് എടുത്തു കഴിഞ്ഞാൽ അയൺ ഡെഫിഷ്യൻസി മാറും. അപ്പൊ നമുക്ക് മുടി ഓൾറെഡി ഓട്ടോമാറ്റിക്കലി അത് നാച്ചുറലി തന്നെ വന്നു തുടങ്ങും. പിന്നെ വരുന്ന ഒരു ഇഷ്യൂ ആണ് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി. അതിലും ഇതേപോലെ ഫുഡിൽ കൂടെ നമുക്ക് മീന്, നല്ലോണം ഫിഷ് കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിറ്റമിൻ ഡി കിട്ടാറുണ്ട്. അതേപോലെ സൺലൈറ്റ് കൊള്ളുക, മനസ്സിലായോ? അപ്പം ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ഇപ്പൊ നമ്മള് ചിലവരൊക്കെ വർക്ക് ഫ്രം ഹോം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് കുറയും. വല്ലപ്പോഴൊക്കെ ഒന്ന് പോകും, എന്നാലും നമ്മൾ ഈവനിങ്ങിലൊക്കെ ആയിരിക്കും പുറത്തിറങ്ങുക. അങ്ങനെ അതായത് നമുക്ക് സൺലൈറ്റ് നമ്മൾ എക്സ്പോഷർ ചെയ്യാനുള്ള ഒരുപാട് ടൈം ഉണ്ടാവില്ല. അപ്പൊ ഒക്കെ വിറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾക്ക് ഒരുപാട് ഇങ്ങനത്തെ ഇതിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് ഹെയറിനൊക്കെ പ്രശ്നം വരുന്നത്. അപ്പൊ ഒരുപാട് നമ്മൾ മീൻ കഴിക്കണം. ചില വെജിറ്റേറിയൻസിന് അങ്ങനെ മീനൊന്നും ഒരുപാട് കഴിക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് അതിനായിട്ടുള്ള ടാബ്ലറ്റ് അല്ലെങ്കിൽ അതിനുള്ള സപ്ലിമെന്റ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് പ്രോബ്ലം സോൾവ് ആയി കിട്ടും കേട്ടോ. അപ്പം അത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം, ഇങ്ങനത്തെ ഇഷ്യൂസ് കൊണ്ടും ഹെയർ ഫോള് വരാം എന്നുള്ളത്. പിന്നെ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംശയമാണ്, മാഡം ഹെയർ ഓയിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ ഒരുപാട് ഓയിലുകൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ, നമ്മൾ അതിന്റെ നെയ്മ് പറയാത്തത് നാളെ അവർക്ക് ഒരു പ്രശ്നം വരരുതെന്ന് വിചാരിച്ചിട്ടാണ്. ഒരുപാട് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ഹെയർ ഫോളിന് ഒരു മാറ്റവും വരുന്നില്ല. അപ്പൊ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്, നമ്മുടെ മാർക്കറ്റിൽ കാണുന്നത് ആയുർവേദ ലേബലിൽ ഇറങ്ങുന്ന എല്ലാ പ്രൊഡക്റ്റും ആയുർവേദ അല്ല. നിങ്ങൾക്ക്
അങ്ങനെ ആയുർവേദത്തിലത്തെ തന്നെ ഒരു നല്ലൊരു ഓയില് ഇനി ഹെയർ ഗ്രോത്തിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ സമീപിക്കണം. നിങ്ങളുടെ അടുത്തുള്ള ഡോക്ടറെയോ ആയുർവേദ ഡോക്ടറെ ആരെങ്കിലും സമീപിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഹെയർ ഓയില് നമ്മൾ കറക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയുടെ ടൈപ്പിനെ പറ്റിയ ഹെയർ ഓയില്, അതേപോലത്തെ മരുന്നുകൾ, ഇതൊക്കെ തീർന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നാച്ചുറലി തന്നെ മുടി വളരും. മനസ്സിലായോ? അതിന് വേറൊരു ഒരു കോസ്മെറ്റിക്കിന് അല്ലെങ്കിൽ കോസ്മെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ എപ്പോഴും എന്റെ പേഷ്യൻസിനോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ പരമാവധി ഈ ഹെയർ ഡ്രൈയിങ്, അതേപോലെ അത് മുടി ചുരുട്ടുന്നത്, സ്ട്രെയിറ്റനിങ് ചെയ്യുന്നത്, അതേപോലെ മുടി കളർ ചെയ്യുന്നത്, ഇങ്ങനത്തെ ഒരുപാട് ട്രീറ്റ്മെന്റ്സ് പരമാവധി ചെയ്യാതിരിക്കുക, പറ്റുന്നവർ ചെയ്യാതിരിക്കുക. ഇനി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ അനിവാര്യമല്ലേ ഡോക്ടറെ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ പറയും ഒരു പരിധി വരെ എല്ലാവർക്കും അങ്ങനെയൊക്കെ ചെയ്യാനാണ് ഇപ്പോഴത്തെ കാലത്ത് ഇഷ്ടം. അപ്പൊ നമുക്കത് ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല. അപ്പൊ ഞാൻ എന്താ പറയണേ, അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യും, പക്ഷെ അതിനൊത്ത് തന്നെ നിങ്ങൾ ഹെയറിനെ കെയർ ചെയ്യണം. മനസ്സിലായോ? നമ്മൾ എത്ര കെയർ ചെയ്യുന്നു നമ്മുടെ ഹെയർ, അതുപോലെ തന്നെയല്ലേ നമ്മളിപ്പം ഒരാളെ എത്ര കെയർ ചെയ്യണം, അയാൾക്ക് നമ്മളോട് അത്രയും സ്നേഹം തോന്നും അല്ലെ? അതേപോലെ തന്നെയാണ് നമ്മുടെ മുടിയെ നമ്മൾ എത്ര കെയർ ചെയ്യുന്നു അത്രയും നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും, നമ്മളെ കൂടെ നിൽക്കും. അപ്പൊ അതാണ് എനിക്കൊരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ മുടി എപ്പോഴും നമുക്ക് അത്യാവശ്യമായ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അതിനെ സ്നേഹിക്കുക, അതിനെ കെയർ ചെയ്യുക. നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്താൽ എന്താണ്, നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല തേജസ്സോടും നല്ല ഊർജ്ജസ്സോടും അത് അങ്ങനെ നല്ലൊരു തിളക്കത്തോടും നല്ലൊരു ഭംഗിയോടും കൂടെ നമ്മുടെ സ്കിന്നിൽ നിൽക്കും അല്ലെ? അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ മുടിയുടെയും കാര്യം. നമ്മൾ മുടിയെ നല്ല രീതിയിൽ കെയർ ചെയ്താൽ നമുക്ക് അതായത് പ്രായമായാലും നമ്മുടെ മുടി നല്ല കേടില്ലാതെ നല്ല ഭംഗി. ചില അമ്മൂമ്മമാരെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അവരെ മുടി കാണുമ്പോൾ നല്ല ഭംഗിയാണ് അല്ലെ? അവര് പക്ഷെ അത്രയും കെയർ ചെയ്തത് കൊണ്ടാണ് അത്രയും ഭംഗിയിൽ അവരുടെ മുടി ഇപ്പോഴും നിൽക്കുന്നത്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് നമ്മൾ മുടിയിൽ ആവശ്യമില്ലാത്ത കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് പരമാവധി ചെയ്യാൻ ആഗ്രഹമില്ലാത്തവർ ചെയ്യാൻ പോകരുത്. ഇനി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കെയർ ചെയ്യുക, നല്ല രീതിയിൽ കെയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, വീക്കിലി വൺസ് ഒക്കെ ഒരു പാക്ക് ഇടുക. അങ്ങനെ കെമിക്കലി ട്രീറ്റ് ചെയ്ത ഹെയർ ആണെങ്കിൽ അതിലൊരു എഗ് വൈറ്റോ അല്ലെങ്കിൽ എഗ് വൈറ്റും അലോവേര ജെല്ലും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പാക്ക് ആക്കിയിട്ട് നിങ്ങളുടെ തലയിൽ അപ്ലൈ ചെയ്യാം. അതായത് വീക്ക്ലി ട്വൈസ് നമുക്ക് ചെയ്യാം. അങ്ങനെയൊക്കെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഡാമേജ്ഡ് അല്ലാതെ നമ്മുടെ മുടി കെമിക്കലി ട്രീറ്റഡ് ആയിട്ടുള്ള ഹെയർ നിൽക്കും. പിന്നെ ഈ ചിലർ ചോദിക്കുന്ന സംശയമാണ്, കെമിക്കലി ട്രീറ്റഡ് ആയിട്ടുള്ള ഹെയർ ഓയിലിംഗ് ചെയ്യാമോ ഡോക്ടറെ? എന്തായാലും നമുക്ക് ഹെയർ ഓയിലിംഗ് കെമിക്കലി ട്രീറ്റഡ് ആയിട്ടുള്ള ഹെയറിൽ ചെയ്യാൻ പറ്റും. ആരും ചെയ്യാതിരിക്കുക, അത് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുള്ളൂ. ഞാൻ കണ്ടിട്ടുണ്ട് ചില ബ്യൂട്ടി പാർലറിലൊക്കെ അവരുടെ സ്റ്റാഫ് ഇവരോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേഷ്യൻസ് നമ്മൾ വന്ന് പറയാറുണ്ട്, മാം ഞങ്ങളോട് ഇത്രയും നാളത്തേക്ക് അവര് എണ്ണ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഒരിക്കലും നമ്മുടെ ഹെയറിൽ എണ്ണ അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹെയർ ഓയിൽ യൂസ് ചെയ്യണം, സ്കാൽപ്പിൽ നന്നായി മസാജ് ചെയ്ത് കൊടുക്കണം. അതേപോലെ കോംബ് ചെയ്യണം. ചിലവർ പറയുന്നുണ്ട് ഞാൻ മുടിയൊന്നും കോംബ് ചെയ്യാറില്ല, അങ്ങനെ മുടി കോംബ് ചെയ്ത് കഴിയുമ്പോൾ എന്റെ മുടി കുറെ കൊഴിയും. പക്ഷെ അത് തെറ്റായ കാര്യമാണ്. നിങ്ങൾ മുടി കോംബ് ചെയ്യുക. നല്ല ഡ്രൈ ആയിട്ടുള്ള ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ കുറച്ച് വെള്ളം തൂക്കിയിട്ടോ അല്ലെങ്കിൽ വല്ല സിറം എന്ന് പറയുന്നത് നമ്മൾ നാച്ചുറലി പ്രിപ്പയർഡ് ആയിട്ടുള്ള സിറം ഒക്കെ ഉണ്ടല്ലോ, അതായത് റോസ്മേരി വാട്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തിട്ട് അതിന്റെ മുകളിൽ കൂടെ നമുക്ക് മുടിയിരാലോ. അപ്പൊ നമ്മുടെ മുടി പൊട്ടി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഹെയർ ഓയിൽ, ഇപ്പൊ ഒരു നല്ലൊരു ഹെയർ ഓയിൽ എങ്ങനെ ഉണ്ടാക്കാന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ പുറത്തുനിന്നൊന്നും മേടിച്ച് നിങ്ങളുടെ പൈസയും സമയവും കളയേണ്ട കാര്യമില്ല. നമുക്ക് കാരണം ഇത് മേടിക്കാനായിട്ട് പോണ ഒരു ടൈം ഉണ്ട്, പിന്നെ പൈസ കൊടുത്ത് ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ സുഖമായിട്ട് പ്രിപ്പയർ ചെയ്യാം. കുറെ അധികം ഉണ്ടാക്കി വെക്കാം. 2 ആഴ്ച കാലം അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ഉണ്ടാക്കി വെക്കുക. അത് അവിടെ അങ്ങനെ തന്നെ ഇരുന്നോളൂ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക ഒരു ഹെയർ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് സാധാ വെളിച്ചെണ്ണയോ അല്ലെ ആട്ടിയ വെളിച്ചെണ്ണയാണെങ്കിൽ അത് ഏറ്റവും നല്ലത്. അപ്പം അത് ബേസ് ആയിട്ട് ഉപയോഗിക്കുക. അതിന്റെ കൂടെ ഇൻഗ്രീഡിയൻസ് കറിവേപ്പില, ചെമ്പരത്തിയില, അതായത് ചുവന്ന ചെമ്പരത്തിയുടെ ഇല, ഓക്കെ, അത് പിന്നെന്താണ് നമ്മുടെ കറിവേപ്പില പറഞ്ഞു, ചുവന്ന ചെമ്പരത്തിയുടെ ഇല, മൈലാഞ്ചി ഇല, മനസ്സിലായ? മൈലാഞ്ചി ഇല, പിന്നെ നെല്ലിക്ക. ഈ 4 ഇൻഗ്രീഡിയൻസ് കിട്ടുകയാണെങ്കിൽ ഇത് മാത്രം മതി ഒരു എണ്ണ കാച്ചാനായിട്ട്. വേറെ ഒന്നും വേണ്ട. അപ്പൊ ഇത് കിട്ടുകയാണെങ്കിൽ ഈ 4 ഇൻഗ്രീഡിയൻസും നിങ്ങൾ ആഡ് ചെയ്ത് നിങ്ങൾക്ക് അടിപൊളി ഒരു എണ്ണ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിൽ ചില ഇൻഗ്രീഡിയൻസ് ഇതില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇല്ലാത്ത ആ 4 ഇൻഗ്രീഡിയൻസ് ഇല്ല, ഇപ്പൊ 2 ഇൻഗ്രീഡിയന്റ് ഉള്ളൂ മാഡം, അത് മതി, അത് വെച്ച് എണ്ണ കാച്ചിയാലും മതി. അപ്പം നമ്മുടെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനും മുടി നല്ല രീതിയിൽ കട്ടിക്ക് വളരാനും ഒക്കെ ഈ ഓയില് നല്ല രീതിയിൽ സഹായിക്കും. ഇപ്പൊ പുറത്തുനിന്ന് പോയി മേടിക്കലോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പൈസ ഒരുപാട്, കാരണം നമ്മളിപ്പോ ഒരു ചെറിയൊരു ബോട്ടിലിന് 600-500 രൂപയാണ് നല്ല ഹെയർ ഓയിലിന്. അതിന്റെ ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്യാം. നമ്മുടെ വീട്ടിൽ തന്നെ, അതായത്
നാട്ടിലുള്ള ചെറിയ പൊട്ടിച്ചു കൊണ്ടുവന്നാൽ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഇതിന് നല്ല രീതിയിൽ നമുക്ക് ഒരു ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പം അതൊക്കെ ചെയ്യാവുന്ന കാര്യമാണ്. ഇനി ഇതൊന്നും ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ല ഡോക്ടറെ, എനിക്ക് ഇപ്പോഴും സ്റ്റിൽ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടായിരിക്കും ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുന്നത്. അവർ എന്തായാലും ഒരു തക്കതായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്, അതായത് നമ്മുടെ ക്ലിനിക്കിൽ നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക്, നമ്മൾ ചെറിയ ചാർജാണ് മേടിക്കുന്നത്. നമ്മൾ നല്ല രീതിയിൽ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുടിയിൽ വളർച്ച ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്തു, ഇതൊക്കെ ഞാൻ എല്ലാ പൊടിക്കൈയും ചെയ്തു, പക്ഷെ ഒരു കാര്യമില്ല, എനിക്ക് മുടി കൊഴിച്ചിലുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ക്ലിനിക്കിനെ എവിടെയുള്ളവരാണെങ്കിലും നമുക്ക് ക്ലിനിക്കിനെ കോണ്ടാക്ട് ചെയ്താൽ മതി, നമുക്ക് സഹായിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഒരു മാസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ വളർച്ച നമുക്ക് ഗ്രോത്ത്, ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കി തരാൻ പറ്റും. അപ്പൊ അങ്ങനെ ആഗ്രഹമുള്ളെങ്കിൽ നമ്മൾ താഴെ കാണുന്ന ക്ലിനിക് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ മുടി കൊഴിച്ചിലായിട്ടുള്ളത്. മുടി കൊഴിച്ചിലുള്ളവർ വിഷമിക്കണ്ട, നല്ല രീതിയിൽ കെയർ ചെയ്യുക. അത് കെയർ ഒക്കെ ചെയ്തു പക്ഷെ ഒന്നും ആവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായം തേടുക കേട്ടോ. അപ്പൊ ഒരിക്കലും വിഷമിക്കരുത്, ടെൻഷൻ അടിക്കരുത്. സ്ട്രെസ്സും ഒരു പോസിറ്റീവ് ഫാക്ടറാണ് മുടി കൊഴിയാൻ. നല്ല രീതിയിൽ ഉറക്കം നല്ല രീതിയിൽ കിട്ടണത് വലിയൊരു കാര്യമാണ് മുടി വളർച്ച ഉണ്ടാവാൻ കേട്ടോ. അപ്പൊ എല്ലാവരും സൂക്ഷിക്കുക, അവരുടെ സ്കിന്നും അവരുടെ ഹെയറും അവരുടെ കയ്യിലാണ്. നല്ല രീതിയിൽ സംരക്ഷിക്കുക. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഡോക്ടർമാരെ സമീപിക്കുക, അതിനുള്ള റിസൾട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പൊ ബൈ എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി കേട്ടോ.